വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി കൂടിയായ ശശി തരൂരിന്റേതാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തരൂർ ഈ വിഷയത്തിൽ അല്പം മുൻപ് പ്രതികരിച്ചു. അതിലേക്ക് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതിശയപ്പെടുന്ന ഒരു തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്നിട്ട് തന്നെ 6-7 ദിവസമായി. നമ്മളെല്ലാവരും ഇറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു സമയമാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുമാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവർ പറയുന്നത് ഈ പാർട്ടിയുടെ കൈയും കാലും കെട്ടിച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ശ്രീ സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത് 2 വർഷം മുമ്പാണ്, 2022 ആ സമയത്ത് എന്തായാലും എല്ലാ വിധത്തിലും അഥവാ അവർക്ക് ആരോപണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, എന്താണെന്ന് പറഞ്ഞിട്ട് അറിയിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി നിലപാട്. പക്ഷേ ഇത് 2022 2023 ജാനുവരി ഫെബ്രുവരി 23 24 കൂടിയല്ല. അവർ മാർച്ചിലെ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ച ശേഷം ഇടപെട്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യണത് അതിലൊരു കോണ്ടെക്സ്റ്റ് ഇല്ലേ, അതിലൊരു അർത്ഥമില്ലേ? ഞാൻ പറയുന്നു, അഥവാ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു കേസ് ഉണ്ടെങ്കിൽ 2 മാസം കൂടി കാത്തിരിക്കൂ. ജൂൺ 4-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ ചെയ്തോളൂ, അഥവാ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാനുള്ള അടിസ്ഥാനം ഉണ്ടെങ്കിൽ. പക്ഷെ ഈ സമയത്ത് ചെയ്യണത് ആർക്കും ഒരു സംശയവുമില്ല. ഇതിൻ്റെ സന്ദേശം എന്താണ്? നിങ്ങൾ സർക്കാരിനെ അവരാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് സംഭവം. തെരഞ്ഞെടുപ്പ് എളുപ്പമല്ല എന്ന് കരുതുന്നു, അതിനെ ഭയപ്പെടുന്നു. ആ സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന വിമർശനമാണ് ശക്തിപ്പെടുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ അപലപിച്ച് PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിമാരെയും ഇന്ത്യ മുന്നണി നേതാക്കന്മാരെയും ജയിലിലടച്ച് കൃത്രിമ ജയമുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിലാണ് ഈ രാജ്യം. ആ സമയത്താണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് വേറൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയൊക്കെ ജയിലിലടച്ച് കൃത്രിമ ജയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ എല്ലാ വിധത്തിലും അടിച്ചമർത്തുകയാണ്. അവിടെ ഫണ്ട്, അതുപോലെ തന്നെ അവരെ നീക്കങ്ങൾ, ബാക്കിയുള്ളത് എല്ലാം. ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടക്കുകയും ഓരോ പാർട്ടികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ട്. അത് നമ്മുടെ അഭിമാനമാണ്. പക്ഷേ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ ആരെന്നില്ലാതെ ഒരു സമയം നോക്കാതെ ഒരു മര്യാദയും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നു. കേജ്രിവാളിൻ്റെ അറസ്റ്റ് അങ്ങേയറ്റം അപലപനീയവും അതുപോലെ തന്നെ അത്ഭുതകരവുമാണ്.